എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 12-ാം ദിവസം. ഓം മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 12. ത്വദീയം സൗന്ദര്യം തുഹിനഗിരികന്യേ തുലയിതും കവീന്ദ്ര കൽപ്പന്തേ കഥമഭി വിരിഞ്ചി പ്രഹൃതയ യഥാ ലോക ഔത്സുക്യാൽ അമരലലനായ യാന്തി മനസാ തപോഭി ദുഷ്പ്രാപാമഭി ഗിരിശ സായുജ്യ പദവീം. ഒന്നുകൂടെ പറയാം. ത്വദീയം സൗന്ദര്യം തുഹിനഗിരികന്യേ തുലയിതും കവീന്ദ്രാഃ കൽപ്പന്തേ കഥമഭി വിരിഞ്ചി പ്രഭൃതയഃ യഥാ ലോകൗത്സുക്യാൽ അമരലലനാഃ യാന്തി മനസാ തപോഭി ദുഷ്പ്രാപാമഭി ഗിരിശ സായുജ്യ പദവീം. അപ്പം ഇവിടെ ദേവിയുടെ സൗന്ദര്യത്തെ വാഴ്ത്തുകയാണ്. അല്ലയോ ഹിമവൽ പുത്രിയായ ദേവി, അല്ലയോ പാർവതി ദേവി, ഹിമവാന്റെ പുത്രിയായ ദേവി, നിൻ തിരുവടിയുടെ സൗന്ദര്യത്തെ ഉപമിച്ച് വർണ്ണിക്കുന്നതിന് ബ്രഹ്മാവ്, ബൃഹസ്പതി മുതലായ കവിശ്രേഷ്ഠന്മാർ വളരെ പ്രയാസപ്പെട്ടിട്ടും സമർത്ഥന്മാരായി ഭവിക്കുന്നില്ല. അതായത് ബ്രഹ്മാവ് മുതലായ മുനിശ്രേഷ്ഠന്മാരും വളരെ പ്രയാസപ്പെട്ട്, ബൃഹസ്പതി തുടങ്ങിയ കവിശ്രേഷ്ഠന്മാരും വളരെ പ്രയാസപ്പെട്ടിട്ടും അവർ സമർത്ഥരാകുന്നില്ല. എന്തിനു വേണ്ടിയാ? ഹിമവൽ പുത്രിയായ ദേവിയുടെ സൗന്ദര്യത്തെ ഉപമിച്ച് വർണ്ണിക്കുന്നതിന്. രംഭ, ഉർവശി മുതലായ അപ്സര സ്ത്രീകൾ നിന്തിരുവടിയുടെ സൗന്ദര്യത്തെ ആലോകനം ചെയ്യണമെന്നുള്ള അത്യാഗ്രഹത്തോടുകൂടി തപസ്സുകൾ കൊണ്ടും പ്രാപിക്കാൻ കഴിയാത്തതായ ശിവസായുജ്യത്തെ മനസ്സുകൊണ്ട് പ്രാപിക്കുന്നു. അപ്പോൾ ഇവർക്ക് രംഭ, ഉർവശി മുതലായ അപ്സരസുകൾക്ക് എന്താണ്, അവർക്ക് പോലും ദേവിയുടെ സൗന്ദര്യത്തെ ഒന്ന് ആലോകനം വിലയിരുത്തണമെന്നുണ്ട്, അല്ലെങ്കിൽ കാണണമെന്നുണ്ട്. അവർക്ക് ആ ദേവിയുടെ സൗന്ദര്യത്തെ കാണണമെന്നുണ്ട്. ആ അത്യാഗ്രഹത്തോടു കൂടി എന്ത് ചെയ്തു? അത്യാഗ്രഹമേ ഉള്ളൂ. അതിനെന്ത് ചെയ്യണം? തപസ് ചെയ്യണം. പക്ഷേ തപസ് ചെയ്താലും കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ശിവസായുജ്യ പദവിയെ മനസ്സുകൊണ്ട് പ്രാപിക്കുന്നവർ മനസ്സുകൊണ്ട് ശിവസായുജ്യത്തെ പ്രാപിക്കുകയാണ്. അപ്പം ശിവൻ്റെ ആ ശക്തി ഇതൊക്കെ അവർ മനസ്സുകൊണ്ട് അങ്ങ് ശിവഭഗവാനെ അങ്ങ് മനസ്സുകൊണ്ട് പ്രാപിക്കുന്നു. ദേവസ്ത്രീകൾ ബ്രഹ്മാദികൾക്ക് കൂടി വർണ്ണിക്കാൻ കഴിയാത്തതായ ദേവീ സൗന്ദര്യത്തെ കാണണമെന്നുള്ള അത്യാഗ്രഹ നിമിത്തം ശിവസായുജ്യ പദത്തെ മനസ്സുകൊണ്ട് പ്രാപിക്കുന്നു. ദേവസ്ത്രീകൾ ബ്രഹ്മാദികൾക്ക് കൂടി വർണ്ണിക്കാൻ കഴിയാത്തതായ, ഇപ്പം ബ്രഹ്മാവ് തുടങ്ങിയവർക്ക് പോലും വർണ്ണിക്കാൻ കഴിയാത്തതായ ദേവീ സൗന്ദര്യത്തെ കാണണമെന്നുള്ള അത്യാഗ്രഹ നിമിത്തം ദേവസ്ത്രീകൾ എന്ത് ചെയ്യുന്നു? ദേവസ്ത്രീകളും ശിവസായുജ്യ പദത്തെ മനസ്സുകൊണ്ട് പ്രാപിക്കുന്നു. എന്താണ് അവരുടെ ദേവസ്ത്രീകളുടെ ആഗ്രഹം? എന്താണ്? ബ്രഹ്മാദികൾക്ക് പോലും വർണ്ണിക്കാൻ കഴിയാത്ത ആ സൗന്ദര്യത്തെ കാണണമെന്നുള്ള അത്യാഗ്രഹ നിമിത്തം അവർ ശിവസായുജ്യപദത്തെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്, ഉർവശി, രംഭ തുടങ്ങിയ അപ്സരസുകൾക്ക് ആ ദേവീ സൗന്ദര്യം ഒന്ന് കാണണമെന്ന് വെച്ചപ്പോൾ അതും അത്യാഗ്രഹമാണ്. അപ്സര സ്ത്രീകളാണ് ഏറ്റവും സുന്ദരികളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണ് അവർ കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അതിലും സൗന്ദര്യമുള്ള ദേവി, ആ ദേവിയുടെ സൗന്ദര്യം എങ്ങനെയാണ് അതൊന്ന് കാണാനുള്ള അത്യാഗ്രഹത്തോടു കൂടി അവർ തപസ് ചെയ്തെങ്കിലും അവർക്കും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ശിവസായുജ്യ പദവിയെ മനസ്സുകൊണ്ട് പ്രാപിക്കുന്നു. അതുപോലെ അപ്സരസുകൾ മാത്രമല്ല, ദേവസ്ത്രീകളും എന്താണ്, ബ്രഹ്മാദികൾ മുതലായവർക്ക് പോലും വർണ്ണിക്കാൻ കഴിയാത്തതായ ദേവീ സൗന്ദര്യത്തെ കാണണമെന്നുള്ള അത്യാഗ്രഹ നിമിത്തം ശിവസായുജ്യ പദത്തെ എന്ത് ചെയ്യുന്നു? മനസ്സുകൊണ്ട് പ്രാപിക്കുന്നു. ദേവീ സൗന്ദര്യം സദാശിവന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സദാശിവന് മാത്രമുള്ളതാണ് ദേവീ സൗന്ദര്യം.
സദാശിവഭാവത്തെ അവലംബിക്കാതെ തൽ സൗന്ദര്യാനുഭവം അസാധ്യമാണ്. അപ്പോൾ സദാശിവഭാവത്തെ അവലംബിച്ചാൽ എന്താണ്? ദേവീ സൗന്ദര്യം കാണാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമരസുന്ദരികൾ മനസ്സുകൊണ്ട് ശിവഭാവത്തെ, അതുകൊണ്ടാണ് അമരസുന്ദരികൾ എന്ന് വെച്ചാൽ ദേവസുന്ദരികൾ മനസ്സുകൊണ്ട് ശിവഭാവത്തെ പ്രാർത്ഥിക്കുന്നത്. ദേവസ്ത്രീകളെ കൊണ്ട് പുരുഷഭാവത്തെ പ്രാർത്ഥിക്കത്തക്ക മാഹാത്മ്യത്തോടു കൂടിയതാണ് ജഗദംബയുടെ ലാവണ്യ അതിശയം എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷഭാവത്തെ പ്രാർത്ഥിക്കത്തക്ക പുരുഷഭാവം എന്ന് പറഞ്ഞാൽ ആരാണ്? ശിവഭഗവാൻ, ശിവൻ്റെ സായുജ്യം. അപ്പം സദാശിവഭാവം, ഇവിടെ സദാശിവഭാവത്തെ പ്രാർത്ഥിക്കത്തക്ക പോലെ മാഹാത്മ്യമുള്ളതാണ് ദേവിയുടെ, ജഗദംബയുടെ ലാവണ്യം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് കാണാൻ പറ്റാത്തതാണ്. ബ്രഹ്മാദി മുതലായവർക്ക് കാണാൻ പറ്റാത്തതാണ്. അപ്സരസുകൾക്ക് കാണാൻ പറ്റാത്തതാണ്. ദേവസ്ത്രീകൾക്കും കാണാൻ പറ്റാത്തതാണ്. ഇവരൊക്കെ എന്തു ചെയ്യണം? തപസ് ചെയ്യണം. വെറും തപസ് കൊണ്ട് കാണാൻ പറ്റുകയില്ല. അതിനുവേണ്ടി അവരെല്ലാം എന്തു ചെയ്തു? ശിവസായുജ്യത്തെ മനസ്സുകൊണ്ട് പ്രാപിച്ചു. ഇവിടെ പറയുന്നത് സദാശിവഭാവത്തെ അവലംബിക്കാതെ തൽ സൗന്ദര്യാനുഭവം, ദേവിയുടെ സൗന്ദര്യാനുഭവം അസാധ്യമാണെന്നാണ്. അപ്പം അങ്ങനെയുള്ള ദേവിയെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, സ്തുതിക്കാം. ദേവീ പ്രസാദം നമ്മൾക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ത്വദീയം സൗന്ദര്യം തുഹിനഗിരി കന്യേ തുലയിതും കവീന്ദ്ര കൽപ്പന്തേ കഥമഭിവിരിഞ്ചി പ്രഹൃദയ യഥാലോക ഉത്സുക്യാൽ അമരലലനായാന്തി മനസാ തപോഭി ദുഷ്പ്രാപമഭി ഗിരിശ സായുജ്യ പദവി. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഗദംബയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ത്രിപുരസുന്ദരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.